വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. സമസ്ത സുന്ദരോജ്വല പ്രഭാതകാന്തി ചിന്തിടും സുമങ്ങളായിടാവു ഞങ്ങൾ ഭാരതത്തിൻ വാടിയിൽ. അഗാധ നീലവാനമായി കരമുയർത്തി ഞങ്ങളിൽ അനുഗ്രഹിക്ക നിത്യതേ ഇതാന്ധ്ര മത്സരോത്സവം. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്കു വയ്ക്കു ഞങ്ങളിൽ. എന്റെ പേര് പുഷ്പരാജൻ. ഞാൻ ഈ സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററാണ്. ഇതേ ദിവസം ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഭാഗത്ത് നിന്നും ഈ സ്കൂളിലേക്ക് കടന്നു വരികയും ഈ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും 8 വിധ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്ത ഈ പ്രവർത്തനം എന്തുകൊണ്ടും ഒരു മഹനീയ പ്രവർത്തനമാണ്. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസിന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന മുഴുവൻ ആളുകളെയും മുഴുവൻ പ്രവർത്തകരെയും വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പേരിലുള്ള നന്ദി, ഹൃദയപൂർവമായ നന്ദിയും ആശംസകളും ഞാൻ ഈ അവസരത്തിൽ അറിയിച്ചുകൊണ്ടു. വലിയ കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ചെറിയ മീറ്റിംഗ് ആരംഭിക്കുകയാണ്. ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് നമുക്ക് ഏവർക്കും പരിചിതമാണ്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ബുക്ക് വിതരണവുമായി ബന്ധപ്പെട്ട് ഇവർ നമ്മുടെ സ്കൂളിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും എല്ലാ അധ്യയന വർഷത്തിൻ്റെയും ആരംഭത്തിൽ കഴിഞ്ഞ 7 വർഷമായി ഈ മേഖലയിൽ ബുക്ക് വിതരണം നടത്തി വരികയാണ്. നമ്മുടെ ഇന്നത്തെ യോഗത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ MPTA പ്രസിഡന്റ് ശ്രീമതി അമുദയാണ്. സംഘടനയെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം വിവിധ കാര്യങ്ങൾ സേവന പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നവരാണ്. സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജനങ്ങളെ സേവിക്കുക എന്നാൽ ഈശ്വരനെ സേവിക്കുക എന്നാണ്. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാവരും ഓരോ മിഷണറീസായി തന്നെ നമ്മൾ കണക്കാക്കേണ്ടിയിരിക്കുന്നു. കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു സേവനം നമ്മുടെ നാട്ടിലെ അവസ്ഥയിൽ പറയാതെ പറ്റില്ല. കാരണം തോട്ടം തൊഴിലാളി മേഖലകളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരുമായ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുണമേന്മ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിന് നമ്മുടെ നാട്ടിലെ എല്ലാ നാനാ മേഖലകളിൽപ്പെട്ട സംഘടനകളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് എല്ലാ വർഷവും മുടങ്ങാതെ നമ്മുടെ മക്കൾക്ക് ബുക്ക് വിതരണവുമായി ഈ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസ് എത്തിയിരിക്കുന്നത്. ഈ ട്രസ്റ്റിനെ GLPS വണ്ടിപ്പെരിയാറിൻ്റെ പേരിലും ഞങ്ങളുടെ ഓരോ കുഞ്ഞുങ്ങളുടെ പേരിലും ഏറ്റവും ഹൃദ്യമായി അഭിനന്ദിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി സാറിനെ കുറിച്ച് പറയാതെ വയ്യ. അദ്ദേഹം നമ്മുടെ LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ തുടങ്ങിയ നമ്മുടെ നാട്ടിലെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും കഴിഞ്ഞ 7 വർഷമായി ഈ മേഖലയിൽ സേവന പ്രവർത്തനങ്ങളായി വളരെ താല്പര്യത്തോടെ മുന്നോട്ട് വന്നിരിക്കുന്ന വ്യക്തിയുമാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി തന്നെ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ ട്രസ്റ്റിൻ്റെ വിവിധ മെമ്പേഴ്സ് നമുക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ പുഷ്പരാജൻ സാറിനെ ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ MPTA പ്രസിഡന്റ് ശ്രീമതി അമുദ, ഈ യോഗത്തിൽ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന ശ്രീമതി അമുദ, അതുപോലെ തന്നെ ഇവിടെ നമുക്കെല്ലാവർക്കും നിങ്ങളെല്ലാവരെയും കാണുന്നതിനും നിങ്ങൾക്ക് സൗജന്യമായി കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഈ വർഷവും നോട്ട് ബുക്കുകൾ നിങ്ങളുടെ കൈകളിൽ കൊടുക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസിൻ്റെ ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി അവർ,
അതുപോലെ തന്നെ അദ്ദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സുനിൽ ജോണി, അതുപോലെ തന്നെ ഗോപിനാഥൻ സാർ, ഈ ട്രസ്റ്റിന്റെ മെമ്പർ ശ്രീ വി രാജൻ, ശ്രീ സജി മാത്യു, പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട അധ്യാപകരെ, രക്ഷിതാക്കളെ, നമുക്ക് കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഒരു മഴക്കാലത്ത് ഈ മഴ വകവെക്കാതെ, കോരിച്ചൊരിയുന്ന മഴ വകവെക്കാതെ താഴേന്ന് ചുമന്നുകൊണ്ട് വന്ന് ഇത്തരത്തിലുള്ള ബുക്കുകളൊക്കെ നമുക്ക് ഇതേപോലെ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്ന് ഇതിനേക്കാളും മോശമായ കാലാവസ്ഥയായിരുന്നു, നല്ല മഴയായിരുന്നു. ഇവിടെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പ്രദേശത്തെ തോട്ടങ്ങളെല്ലാം അടഞ്ഞു കിടക്കുന്ന ഒരു സന്ദർഭമാണ്, സാഹചര്യമാണ്. ഇപ്പൊ കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നതെങ്കിലും ഇവിടെ ഇരിക്കുന്നവർക്ക് അത് മനസ്സിലാകും. തോട്ടങ്ങളെല്ലാം ശമ്പളം കിട്ടാതെ ആയിട്ട് കുറെ വർഷങ്ങളായി. ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ദുരിതം അനുഭവിച്ചുകൊണ്ടാണ് ഈ കുട്ടികൾ ലയങ്ങളിൽ നിന്നും ഇവിടെ അക്ഷരം പഠിക്കുന്നതിന് ഇവിടെ എത്തിച്ചേരുന്നത്. ഈ കുട്ടികൾക്ക് എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു പുണ്യ പ്രവൃത്തിയാണെന്നാണ് ഞങ്ങളുടെ അധ്യാപകർ അത് മനസ്സിലാക്കുന്നത്. തമിഴിലൊരു ചൊല്ലുണ്ട്, അന്നസത്തിരം 1000 വൈത്തൽ ആലയം 10,000 ചെയ്തൽ അന്നയാവിനും പുണ്യം കോടി ആങ്കോർ ഏഴയ്ക്ക് എടുത്തരിവിത്തൽ എന്ന് പറഞ്ഞാൽ, പണ്ടകാലങ്ങളിലൊക്കെ ഈ സത്രമുണ്ടായിരിക്കും, സത്രം. ആ സത്രത്തില് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന സത്രങ്ങൾ പണ്ട് പല സ്ഥലങ്ങളിലും ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ അവിടെ ആർക്ക് പോയാലും സൗജന്യമായി ഭക്ഷണം കിട്ടും. അങ്ങനെ അന്നസത്രം 1000 ചെയ്തൽ, ആലയം 10,000 വൈത്തൽ. പല സ്ഥലങ്ങളിലും ഓടി നടന്ന് അമ്പലം ഇങ്ങനെ നിർമ്മിക്കാം, തൊഴാൻ വേണ്ടി അമ്പലം നിർമ്മിക്കാം. ഈ രണ്ടിനേക്കാളും പുണ്യം കൂടുതൽ കിട്ടുന്നത് അവിടെ കാണുന്ന ഒരു പാവപ്പെട്ടവന് അക്ഷര ജ്ഞാനം പകർന്നു കൊടുക്കുക. അതാ അന്നസത്രം 1000 ചെയ്തൽ ആലയം 10,000 വൈത്തൽ അന്നയാവിനും പുണ്യം കോടി ആങ്കോർ ഏഴയ്ക്ക് എഴുത്തരിവിത്തൽ. അവിടെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ടവന് അക്ഷരം പകർന്നു കൊടുക്കുക, അതിനാണ് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്നത് എന്ന് പണ്ട് ഒരു കവി പറഞ്ഞിട്ടുണ്ട്. ആ കവിവാക്കിനെ അർത്ഥവത്താക്കുന്ന തരത്തിലാണ് ഇന്ന് നമ്മുടെ സ്കൂളിലേക്ക് ആൽഫ ആൻഡ് ഒമേഗ മിനിസ്ട്രീസ് ഇത്തരത്തിലുള്ള സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ 16ാമത്തെ തവണയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ പ്രവൃത്തിയൊന്നുമല്ല. നിങ്ങൾക്ക് പഠിക്കണം, കുട്ടികൾ പഠിക്കണം, പഠിച്ച് വളരണം. ഇന്നത്തെ അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടാകണം. ഇന്ന് തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ മക്കളാണ്, വണ്ടിപ്പെരിയാർ ടൗണിൽ ഓട്ടോ ഓടിക്കുന്നവൻ്റെ മക്കളാണ്, വണ്ടിപ്പെരിയാർ കച്ചവട സ്ഥാപനങ്ങളിൽ രാവിലെ മുതൽ പണിയെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളികളുടെ മക്കളാണ് ഇവിടെ പഠിക്കുന്നത്. ഈ കുട്ടികൾക്ക് ഈ ഇത്തരത്തിലുള്ള നോട്ട് കൊടുക്കുക എന്നുള്ളത് വലിയ ഒരു പുണ്യ പ്രവൃത്തിയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങളിത് സ്വാഗതം ചെയ്യുന്നത്. എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങൾ തുടരട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ ഈ പ്രവൃത്തിയെ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുന്നു. ഞാൻ അധികം പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. നേരത്തെ ഞാനിവിടെ എല്ലാവരുടെയും പേര് ഞാൻ സൂചിപ്പിച്ചിരുന്നു. എല്ലാവരും എനിക്ക് അറിയാവുന്നവരാണ്, വണ്ടിപ്പെരിയാറിലെ എൻ്റെ ഒറ്റ സുഹൃത്തുക്കളാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ചെയർമാൻ ജോർജ് കുട്ടി നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ആ നിലയിൽ ഈ സ്കൂളിനോട് എല്ലാ വിധത്തിലുള്ള ബന്ധവും വെച്ച് പുലർത്തുന്നവരാണ്. അടുത്ത വർഷം ഈ തുടരും എന്നും കൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഇവിടെ ഇതോടൊപ്പം തന്നെ ഞാൻ ശ്രീ ജോർജ് കുട്ടി സാർ ഇവിടെ പറഞ്ഞു, ഇതിനു മുമ്പ് ഒരു നോട്ട് ബുക്ക് കൊടുക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ള അവരെയും കൂടി സ്റ്റേജിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് വേറെയും കൂടി നോട്ട് ബുക്ക് തരുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ നവരാജ് എൻ്റെ ഒരു വിദ്യാർത്ഥിയാണ്. അങ്ങനെ നല്ല മനസ്സോടുകൂടി നോട്ട്ബുക്കും കുട്ടികൾക്ക് ഗിഫ്റ്റുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതും കൂടി നിങ്ങൾക്ക് തരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൈകളിലേക്ക് എത്തിക്കുന്നതാണ്.
ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു. ഈ പരിപാടി ഈ നോട്ട് ബുക്ക് വിതരണം ചെയ്യുന്നതിനും ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്ട്രീസിനെ സംബന്ധിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഇതിൻ്റെ ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി അവരെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നല്ല കൈയടി, ഒറ്റ നന്നായി കൈയടിക്കണം. നമ്മൾ അതേ കൊടുക്കുന്നുള്ളൂ, നമുക്ക് വേറെ ഒന്നും നമ്മളിപ്പോൾ കൊടുക്കുന്നില്ല. അതുകൊണ്ട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ലീഗൽ സൊസൈറ്റിയുടെ ശ്രീ സുനിൽ ജോണി ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ എനിക്ക് തോന്നുന്നു ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അല്ലേ, ഇവിടെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഗോപിനാഥൻ സാറ് വണ്ടിപ്പെരിയാറിലെ വിവിധ പ്രവർത്തനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഗോപിനാഥൻ സാറിനെ എല്ലാവർക്കും അറിയാം. സാർ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിൽ ട്രസ്റ്റിന്റെ മെമ്പർ ശ്രീ വി രാജൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം ഈ സ്കൂളിൽ പഠിച്ച ആളാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതുപോലെ തന്നെ സജി മാത്യു ഇവിടെ വന്നിട്ടുണ്ട്. വണ്ടിപ്പെരിയാറിൽ കച്ചവട സ്ഥാപനം നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കടയിലാണ് ചെന്നിട്ട് നമുക്ക് സാധനങ്ങൾ മേടിക്കേണ്ടത്. അതുകൊണ്ട് ഇനിയും ശ്രദ്ധിക്കുക, നമ്മുടെ അധ്യാപകരാണെങ്കിലും ശ്രദ്ധിക്കുക. ആ കച്ചവട സ്ഥാപനത്തിലേക്ക് കടന്നു ചെന്ന് തുണികളൊക്കെ നമുക്ക് അത്യാവശ്യം വാങ്ങാവുന്നതാണ്. അദ്ദേഹത്തെ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ നവരാജ് നോട്ട്ബുക്കുമായിട്ട് വന്നിട്ടുള്ളത് അദ്ദേഹത്തെ ഞങ്ങൾ എല്ലാവരുടെയും പേര് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. The best way to find yourself is to lose yourself in the service of others എന്നാണ് മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ. സ്വയം സേവനത്തിൻ്റെ പാതയിൽ കണ്ടെത്തിയ ജോർജ് കുട്ടി സാറിനെ സൗജന്യ നോട്ട് ബുക്ക് വിതരണ പ്രവർത്തനം വിശദീകരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലായിരിക്കുന്ന എൻ്റെ കൂട്ടുകാരെ, അധ്യാപകരെ, കുഞ്ഞുങ്ങളെ, രക്ഷകർത്താക്കളെ, ടീച്ചേഴ്സ് എല്ലാവരോടുള്ള സ്നേഹത്തെ അറിയിക്കുന്നു. ഞാൻ എൻ്റെ ബാല്യകാലത്തിൽ ആദ്യം ഈ കുഞ്ഞുങ്ങൾ വന്നിരുന്നത് പോലെ വന്ന് പഠിച്ച ആദ്യത്തെ സ്കൂളായിരുന്നു. അന്ന് 2 സമയമായിരുന്നു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് രാവിലെ 10 മണി തൊട്ട് 3 മണി വരെ, ഉച്ച കഴിഞ്ഞും ഉച്ചയ്ക്ക് മുമ്പും ഉച്ച കഴിഞ്ഞും 2 സെക്ഷനായിരുന്നു. 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും ഉച്ച കഴിഞ്ഞും 1ഉം 2ഉം രാവിലെ. അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം 2 സെക്ഷനിലൂടെ പഠിച്ചതാണ്. അപ്പം എൻ്റെ ആദ്യകാല വിദ്യാഭ്യാസം ആരംഭം കുറിച്ച അധ്യാപകരുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട അധ്യാപകനാണ് ഗരീം സാറിനെ ഒക്കെ ഞങ്ങൾ ഈ സമയങ്ങളിൽ ഓർക്കുന്നു. ബാക്കി ടീച്ചർമാരുടെയൊക്കെ പേര് മറന്നുപോയി. എല്ലാവരോടുള്ള നന്ദി, സ്നേഹത്തെ അറിയിക്കുന്നു. ആൽഫ ആൻഡ് ഒമേഗ 16ാമത്തെ വർഷമാണ് സാധുക്കളായ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന കുഞ്ഞുങ്ങൾക്കുള്ള പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. അങ്ങനെ ഈ വർഷവും വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ, UP സ്കൂളിൽ, LP സ്കൂളിൽ വിതരണം ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിന് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിൽ ബുക്ക് വിതരണത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിക്കുന്ന എൻ്റെ കൂട്ടുകാരായ ഗോപിനാഥ് സാറ്, രാജന്, സജി, വിനോദ്, സുനില് ഇവരൊക്കെയാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് വേണ്ടി പ്രചോദനം തന്നെ. അതിലുപരി നമ്മുടെ ജിക്കു സാറുണ്ട്. ഇവരെല്ലാവരുമാണ് പ്രചോദനം തരുന്നത്. നിങ്ങൾ ഈ ബുക്ക് ഒരെണ്ണം പോലും നശിപ്പിച്ച് കളയില്ല. ഇത് ഒത്തിരി സാമ്പത്തികമായ ബുദ്ധിമുട്ടോടു കൂടിയാണ് ഈ സംരംഭം ചെയ്യുന്നത്. അത് കാരണം നിങ്ങളെല്ലാം ഉന്നത തലങ്ങളിൽ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും. നന്ദി, നമസ്കാരം. അടുത്തതായി ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ട്രസ്റ്റ് മെമ്പർ വി രാജൻ സാറിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ ആൽഫ ആൻഡ് ഒമേഗ ട്രസ്റ്റിൻ്റെ ഇന്റർനാഷണൽ ട്രസ്റ്റിൻ്റെ ചെയർമാൻ, അതുപോലെ തന്നെ അധ്യാപകർ, എല്ലാവരും പേരെടുത്ത് പറയുന്ന ഗോൾ സാറ്, അതുപോലെ സുനിൽ സാർ എല്ലാവരും ഉണ്ട്. സമയം കടന്നു പോകുന്നു. കാര്യം സാർ രാവിലെ തുടങ്ങിയ പരിപാടിയായിരുന്നു, ഹൈസ്കൂളിലെ പരിപാടി. അതിലവന് MLA വരെ താമസിച്ചു പോയി. അപ്പോൾ അവിടെ കുറച്ച് സമയം പോയി. അവിടുത്തെ പരിപാടി കഴിഞ്ഞ് UPC പോയി. ഇവിടെ സ്കൂൾ വിടുന്നുണ്ട്.
കൂടി എത്താൻ വേണ്ടി ഞങ്ങൾ തിരക്കപ്പെട്ട് വന്നതാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളോട് കടന്നു പോകുന്നില്ല. ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞു കരീം സാറ്, അതുപോലെ തന്നെ പത്തസ്വാമി സാർ, നമ്മുടെ സാറിൻ്റെ പിതാവ് പത്തസ്വാമി, അതുപോലെ നമ്മുടെ തങ്കമണി ടീച്ചർ, ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ തളം തെറ്റി കിടക്കുവാണ്. കാരണം നിങ്ങളെപ്പോലെ ഞങ്ങൾ ഇതേപോലെ ഇരുന്നാണ്. നിങ്ങൾക്കൊക്കെ അന്ന് നല്ല വസ്ത്രം ഉണ്ടായിരുന്നുണ്ട്, നല്ല നല്ല കുടകളൊക്കെ വെച്ചിരിക്കുന്നത്. അന്ന് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. അന്ന് ഞങ്ങളുടെ വേഷം മോശമായിരുന്നു. അന്നത്തെ ജീവിത രീതി അങ്ങനെയായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് ആ സാഹചര്യത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നിട്ട് തന്നെയും നേരത്തെ നമ്മൾ സാർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തോട്ടം മേഖലയിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിയും സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഒരു മേഖലയും ഇതെല്ലാം പരിഗണനയിൽ എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയും നമ്മുടെ ട്രസ്റ്റിൻ്റെ ചെയർമാനുമായ ജോർജ് കുട്ടി ഇത് മുൻകൈ എടുത്ത് ഇത് 14 വർഷമായിട്ട് കൃത്യമായിട്ട് നടക്കുന്നു. ഇത് രണ്ടാമത്തെ കൊല്ലാണ് ഈ സ്കൂളിലോട്ട് വരുന്നത്. അതെടുക്കാൻ ഒരു പ്രത്യേക കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പഞ്ചായത്തിനോടും നമ്മുടെ സ്കൂളിനോടുമുള്ള പ്രതിബദ്ധതയുണ്ട്. ആ ഒരു സ്നേഹവാത്സ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടെ ഈ വൈകിയ വേളയിൽ ഇവിടെ നമുക്ക് ഈ ബുക്ക് നോക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ ട്രസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ആൽഫ ആൻഡ് ഒമേഗ എന്ന് പറയുന്ന ഇന്റർനാഷണൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ട്രസ്റ്റാണ്. അതായത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന ഉള്ള രോഗികളായിട്ടുള്ള ചികിത്സാ സഹായങ്ങൾ, അതുപോലെ തന്നെ വളരെ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെ കണ്ടുപിടിച്ച് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുന്നതും അതിനോടൊപ്പം തന്നെ മറ്റു കാരുണ്യ പ്രവർത്തനങ്ങളും ഇതേപോലെ പ്രവർത്തനം ചെയ്യുന്ന ഒരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെയും ഒരു എളിമയുടെയും ഒരു ഉത്തമ ഉദാഹരണമാണ് എൻ്റെ സുഹൃത്തുമായ ജോർജ് കുട്ടി. ഈ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിവരികയില്ല. അത്രത്തോളം കാരുണ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത്. இங்கே இருக்க சார் எனக்கு நான் ஒன்றா படிச்சிருந்தோம். சார் வாத்தியார் ஸ்கூல் வாத்தியாராக இருந்தார். அப்போ இங்கே வந்து பார்த்தப்போ எனக்கு கொஞ்சம் ஒரு கான்செப்ட் பண்ணலாம் தோணுச்சு. அப்போ உங்களை ஃப்ரெண்டுக்கு நான் 4 ஸ்டால் பார்த்துட்டு இருக்கேன் தேக்கடியில். இப்போ காலையில் ஒரு 1/2 கிலோ ரெஸ்ட்டில் ஒரு கடுவா இறங்கி நேற்று ஒரு பிரச்சனை, அதுக்கு வேண்டி இப்போ காலையில் போயிட்டு அப்படியே ஓடி வந்தது தான் அப்படியே வந்துச்சு. இப்போ மழை குறவாக இருந்தாலும் அப்படியே கொண்டு வந்தாச்சு. எல்லோரும் நல்லா படிங்க. ஆல் தி பெஸ்ட். താങ്ക് യു സർ. അടുത്തതായി ബുക്ക് വിതരണത്തിലേക്ക് കിടക്കുകയാണ്. ആദ്യമായി ബുക്ക് വിതരണം ചെയ്യുന്നതിന് ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി സാറിനെ ക്ഷണിക്കുന്നു. Thank you everyone. I request Ashwari teacher to come forward for a vote of thanks. Good evening all. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, a small act when multiplied by millions of people can transform the world. ഇന്ന് ഇവിടെ നമ്മുടെ സ്കൂളിൽ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സ് വന്ന് നമ്മുടെ പാവപ്പെട്ട ലയങ്ങളിൽ നിന്ന് വരുന്ന നമ്മുടെ കൊച്ചുമക്കൾക്ക് ബുക്കുകൾ വിതരണം ചെയ്തു എന്നുള്ളത് ഒരിക്കലും ഒരു
സ്മോൾ ആക്ട്സ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇന്ന് നമ്മുടെ മുന്നിൽ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സ് ദൈവതുല്യരായി മാറിയിരിക്കുകയാണ് അല്ലേ? നമുക്ക് എഴുതി പഠിക്കാനുള്ള ബുക്കുകളാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഇവർ തന്നിരിക്കുന്നത്. ആദ്യമായിട്ടല്ല, നോക്കൂ, വണ്ടിപ്പെരിയാറ്റിൽ 16ാമത് സൗജന്യ നോട്ട്ബുക്ക് വിതരണമാണ് ഇവിടെ നടന്നത്. അപ്പൊ നമുക്ക് മാത്രമല്ല, നമുക്ക് പലതവണ 7 തവണ നമുക്ക് നോട്ട്ബുക്കുകൾ തന്നിരിക്കുന്നു. അതുപോലെ പല സ്കൂളിലും പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നോട്ട്ബുക്ക് വിതരണം ചെയ്ത് നമ്മുടെ എല്ലാമായി മാറിയ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സിന് ആദ്യമായിട്ട് മൊത്തത്തിൽ ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ പുഷ്പരാജ് സാർ, നമ്മുടെ ഹെഡ് മാസ്റ്റർ ശ്രീ പുഷ്പരാജ് സാറിന് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന MPTA പ്രസിഡന്റ് ശ്രീമതി അമുദ അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ അടുത്തതായി ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സിന്റെ ചെയർമാൻ ശ്രീ ജോർജ് കുട്ടി അവർക്ക് എന്റെയും ഈ സ്കൂളിന്റെ പേരിലുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ലീഗൽ സൊസൈറ്റി അംഗം ശ്രീ സുനിൽ ജോണി സാറിന് എന്റെയും ഈ സ്കൂളിന്റെ പേരിലുമുള്ള ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊള്ളുന്നു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായി നിലകൊള്ളുന്ന ശ്രീ ഗോപിനാഥൻ സാറിന് എന്റെയും ഈ സ്കൂളിന്റെ പേരിലും വിദ്യാർത്ഥികളുടെ പേരിലുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്തതായി ട്രസ്റ്റ് മെമ്പർ ആൽഫ ആൻഡ് ഒമേഗ ഇന്റർനാഷണൽ മിനിസ്റ്റേഴ്സ് ട്രസ്റ്റ് മെമ്പർ ശ്രീ വി രാജൻ അവർക്കും എന്റെയും ഈ സ്കൂളിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ അടുത്തതായി വണ്ടിപ്പെരിയാറിന്റെ വിവിധ സ്ഥാപനങ്ങൾ നടത്തുന്ന ശ്രീ സജി മാത്യു സാറിന് എന്റെയും സ്കൂളിന്റെ പേരിലും ഉള്ള നന്ദി അറിയിക്കുന്നു. അടുത്തതായി നവരാജ് സാർ, ഇവിടെ ബുക്ക് വിതരണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്ന സജീവ സാന്നിധ്യമായ ശ്രീ നവരാജ് സാർ അവർക്കും എന്റെയും GLPS വണ്ടിപ്പെരിയാറിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും പ്രിയ വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.